എനിക്ക് എല്ലാ ഉസ്താദ്മാരോട് പറയാനില്ല, ഏതെങ്കിലും ഒരു ഉസ്താദ് നല്ലൊരു ഉസ്താദ് എനിക്ക് നല്ലൊരു മറുപടി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തേന്ന് പറഞ്ഞെങ്കിൽ ഇല്ലേ, ഇന്നലെ ഞാൻ ഒരാളോട് ബാധിക്കാൻ പോയി ജുമാന്റെ ഖുതുബനെ കുറിച്ചിട്ട്. അവര് പറയുന്നത് എന്തേന്ന് പറഞ്ഞാൽ ദുബൈയിലല്ലോ അറബിയിൽ ഖുതുബ് ഓതുന്നല്ലേ, പിന്നെ ഇന്തോനേഷ്യയിലായിട്ട് ഫിലിപ്പീനിലായിട്ട് അവരവരുടെ ലാംഗ്വേജിൽ ഖുതുബ് ഓതുന്നു ഓരോ രാജ്യത്തും. നമ്മുടെ നാട്ടിൽ മാത്രം എന്തേന്ന് അറബിയിൽ തന്നെ ഖുതുബ് ഓതുന്നു. നമ്മുടെ നാട്ടിൽ നമ്മളെ ലാംഗ്വേജിൽ തന്നെ ഖുതുബ നടത്തിക്കൂടെ, ഭയങ്കര ബാധ. പറയാണ്, അതേ മക്കളെ, നിങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ നിങ്ങളെ ജുമാ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. എന്താ നബി ഇമാം റളിയല്ലാഹുവിന്റെ തെളിവ്? നബി ഇമാം പറയുന്നു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയിലെ ഹദീസാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമാ നിസ്കരിച്ചാൽ ജുമാ ബാത്തിലാണ്. നിങ്ങൾ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അതാ തെളിവാണ്, ബുഖാരിയിലെ ഹദീസ് തെളിവാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അവിടുന്ന് അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. സഹാബത്ത് മുതൽക്ക് ഇന്ന് വരെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ. ഫത്ഹുൽ മുഈൻ 400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറയുന്നു, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമാ നിസ്കരിച്ചാൽ ജുമാ ബാത്തിലാണ്. ഒരാഴ്ചത്തെ ദോഷം പുറത്തു കിട്ടേണ്ട ദിവസം വെള്ളിയാഴ്ച. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച ജുമാ. അത് ബാത്തിലാക്കിയാ പിന്നെ മനുഷ്യനെന്തെങ്കിലും ദീന് ബാക്കിയുണ്ടോ? ജുമാ ബാത്തിലായാ പിന്നെ ദീനുണ്ടോ?